വിളിച്ചിട്ട് അള്ള കൈയെട്ടി നോക്കി നിന്നീലേ, നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളക്ക് വല്ല കഴിവുണ്ടോ പറയണം നിങ്ങൾ. അതിന് മറുപടി എങ്ങനെയുണ്ട്? അള്ളാ റഹ്മാനാണെന്ന് കൂടി പഠിക്കാണ്ട തലേക്ക് തെറ്റിന് ആരെ പറഞ്ഞോട്? റഹ്മാനായ അള്ളാനെ ധിക്കരിച്ചോനും അംഗീകരിച്ചോനും നിരീശ്വരവാദിക്കും അള്ളാനെ ഇടങ്ങറാക്കണോനും അള്ളാനെ അംഗീകരിക്കണോനും ഒക്കെ കരുണ ചെയ്യണമെന്നാ പഠിച്ചോയെ. ആ പഠിച്ചോനല്ല നമ്മൾ വിശ്വസിക്കുന്നത്. പഠിച്ചോൻ അപ്പപ്പോ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ പിടികൂടൂലെന്നൊക്കെ ഞാൻ പറഞ്ഞത്. അത് അള്ളാഹു അതിനാ പരലോകം ഉണ്ടാക്കിയത്, ശിക്ഷ കൊടുക്കാൻ. ഇതൊന്നും പഠിക്കാതെ മുസ്ലിയാർ പറയുന്നത് കേട്ടോ. നിങ്ങൾ മുസ്ലിയാർ പറയാനുണ്ട്. പിന്നെ ആ സാധു പറയാണ് വലിയൊരു കാര്യമായിട്ട്. എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളെ ഈ മഖാമിലുള്ള ആളുകൾക്ക് വലിയ മഹത്വം ഉണ്ടെങ്കിൽ, വലിയ സ്ഥാനം വലിയ കാരണമൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാ നിങ്ങൾക്ക് അറിയണോ, മഞ്ഞക്കുളം മക്കാമില് കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. മഞ്ഞക്കുളം മക്കാമില് കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. അപ്പൊ അവളെ വലിയ കറാമത്തുള്ള തങ്ങൾ എന്ത് എഴുന്നേറ്റ് വന്നിട്ട് ഓലെ തടുക്കാഞ്ഞൂ. എന്താപ്പാ അത്? വല്ലാത്തൊരു ചോദ്യം തന്നെ കേട്ടോ. അർശമ മുട്ടണ ചോദ്യം. അവിടെ ഒന്നും നിൽക്കൂല ആ ചോദ്യം. അങ്ങോട്ട് പോകും. ആ ജാതി ചോദ്യം. ഉളുപ്പ് വേണ്ട ഈ ജന്തുക്കൾക്ക് ഇത് ചോദിക്കാൻ. അല്ല, ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഞങ്ങൾ ഏതായാലും മശായിഖന്മാരി ഔലിയാക്കന്മാരിയൊക്കെ ഒരു അങ്ങനെ ഒരാൾക്കാർ, ഒരു പോയത്തക്കാരെന്ന് എഴുതിക്കോളി. നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. നിങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരല്ലേ. ഞങ്ങൾ നിങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട് തരും. ഈ ജാതി വർത്താനൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അള്ളാഹിനോട് ഒന്നാണ് പറഞ്ഞൂടെ? എന്ത് പടച്ചോനെ തമ്പുരാൻ ഈ സഖാഫിമാരെ ഇത് നശിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പണി തീരൂലേ? എന്ത് നിങ്ങൾ പറയാത്തത്? എന്താ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താ ഞങ്ങൾ നശിക്കാത്തത്? ഒന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് പറയും. നിങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 6 അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ താഴികക്കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വന്തം ഭവനം, പള്ളിയുടെ മുഴുവൻ താഴികക്കുടകളും അടിച്ച് നിരപ്പാക്കി ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തില്ലേ? അത് മഹാന്മാരെ മക്ബറല്ലല്ലോ, അത് അള്ളാന്റെ പള്ളിയല്ലേ. എന്തേ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്തേ അള്ളാഹ്ക്ക് നീച്ചു വരാൻ കഴിഞ്ഞില്ലേ? അള്ളാഹ്ക്കൊരു കഴിവില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ബാബരി മസ്ജിദ് ഈ ക്ഷുദ്രശക്തികൾ പൊളിച്ചത്. അള്ളാന്റെ സ്വന്തം പള്ളിയാണല്ലോ, സ്വന്തം ഭവനാണല്ലോ. അള്ളാന്റെ വീടിന് ആ പള്ളിയെ കുറിച്ച് നമ്മൾ പറയരുത്. ബാബരി മസ്ജിദ് അള്ളാന്റെ സ്വന്തം പള്ളിയാണ്, സ്വന്തം ഭവനമാണ്, വീടാണ്. സ്വന്തം വീട് പൊളിക്കുമ്പോൾ ആരെങ്കിലും കയ്യും കൊട്ടി നോക്കി നിൽക്കൂ. അപ്പൊ അമ്മക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തേ? അള്ളാഹു തന്റെ സ്വന്തം ഭവനം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ച് തകർത്തി നിരപ്പാക്കിയപ്പോ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹ്ക്ക് ഒരു കഴിവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഇസ്ലാഹി പ്രസ്ഥാനം ഈ മാലകളിലും ഷെയ്ഖന്മാരെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളിലുമൊന്നും ഇസ്ലാമിൻ്റെതായ യാതൊരുവിധ വെള്ളി വെളിച്ചവും ഇല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ജനങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കി കൊടുക്കുക. മാലിം മൗലൂദും റാത്തീബും ഒക്കെ ഈ സമൂഹത്തിൽ നിന്നും കയ്യൊഴിക്കണം. ഹലീറു ഈ മജ്‌ലിസിൽ ഹലീറു എന്നിട്ട് ഇങ്ങനെ കുത്തുന്തെന്താ? എവിടെയല്ല കുത്തുണ്ട്. മുമ്പ് ബസ് സ്റ്റാൻഡിലൊക്കെ കുട്ടികൾ പള്ളക്കടിച്ച് പാട്ടുകാരല്ലേ, ഓർക്ക് തയമ്പ് വരും. അതേമാതിരിയുള്ള ഒരു പരിപാടിയാ. അവസാനം ബലം കൊണ്ടുള്ള എടങ്ങറെ ഈ റാത്തീബേര് മുമ്പ് പൊരയിൽ ഇങ്ങനെ നിരന്തരം വരും. ഇപ്പൊ ഈ കുത്താറാത്തീബൊക്കെ പോയല്ലോ, നാവ് മുറിച്ച് പ്ലേറ്റിൽ വെച്ച് രണ്ടാക്കി കണ്ടായിട്ട് രണ്ട് കാലത്ത് പിടക്കണമെന്നൊക്കെ മുമ്പ് പറയല്ലോ ഒക്കെ നിന്നു. ആ കാരണം മുജാഹിദുകളുടെ പ്രവർത്തനത്തിന്റെ കൂട്ടത്തിൽ ഒരു നല്ലൊരു മനുഷ്യൻ വന്നു. നമുക്ക് നല്ല മനുഷ്യനാണ് അയാള്, തൽക്കാലത്തേക്ക്, പൂർണ്ണമായി അല്ല, നല്ലൊരു മനുഷ്യൻ. അതാരോ? ഡോക്ടർ A.T. കോവൂര് വന്നിട്ട് ഈ കുത്താറാത്തീബിന്റെ ആൾക്കാരെ വെല്ലുവിളിച്ചു. എന്താ അറിയോ? ഓലിങ്ങനെ കുത്തുക, മുടി കുത്തിത്താനേ ആശയേ എന്താ കുത്തുക അങ്ങനെ. അപ്പം A.T. കോവൂര് പറഞ്ഞു, കുത്ത് ഞാൻ കുത്താം, 2 ലക്ഷം റുപ്യ, 2 റുപ്യക്ക് ചെല്ലണ്ട, പക്ഷെ ബോണ്ടേ തരണം, ഞാനല്ല കുത്തിയത്, നിങ്ങൾ എന്താ കുത്തിയത്? ചെല്ലലുകൾ എനിക്കോ? നിങ്ങളിത് ചെല്ലിയിട്ടാളത് മുറി കൂടുന്നല്ലേ? മുറി കൂട്ടിത്താനേ അബ്ദുൽ ഖാദിർ ജീലാനി ഒക്കെ നിങ്ങളിരിക്കോ? വിലമല്ല, പക്ഷേ കുത്ത് ഞാൻ കുത്തും. ഒഴിഞ്ഞു പോയത് അങ്ങനെ. നമ്മൾ ആളോട് പറഞ്ഞിട്ടൊന്നും നടന്നില്ലേ. ഇന്നാലും ഇടക്കിടക്ക് ചില സ്ഥലങ്ങളിലൊക്കെ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ, വെളിച്ചം കയറാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ആ പരിപാടിയുമായി നടക്കുന്ന ആൾക്കാരുണ്ട്. ആ പരിപാടിക്കൊക്കെ പച്ചക്കൊടി കാട്ടാൻ ആണ് ശരിക്ക് പറഞ്ഞാൽ
ശേഖന്മാരുണ്ടാക്കുന്നതും ഓല പേരിൽ മാലുണ്ടാക്കുന്നതും ഒക്കെ അതിനുണ്ടാകും.